ഹലോ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളെ പൂവുണ്ടാക്കുന്നത് ചിത്രം കാണിക്കും. അന്നേരം ഇതുപോലത്തെ പൂവെല്ലാം ഉണ്ടാക്കാൻ എനിക്കറിയാം. ആദ്യം അവർക്ക് വേണ്ട കളർ പേപ്പർ രണ്ടെണ്ണം, പച്ചയും നീലയാണ് വേണ്ടത്. ആദ്യം നീല നമുക്ക് എടുത്തിട്ട് കത്രിക എല്ലാവരും കൈവരും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആദ്യം ഇങ്ങനെ കോണാക്കിയിട്ട് മടക്കുക. എന്നിട്ട് നല്ല വൃത്തിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് നല്ല കോണെല്ലാം കിട്ടണം. അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ മുറിക്കട്ടെ. ഇങ്ങനെ ആ ബാക്കി വന്ന പീസ് മുറിച്ചതാണ്. നിങ്ങൾ വേസ്റ്റ് ചെയ്ത് ചാടൊന്നും വേണ്ട, ഒരു പെട്ടി എടുത്തിട്ടാൽ മതി. ഞാൻ കാണിച്ചു തരാം ഒരു പെട്ടി. ഇതാണ് പെട്ടി. ഒരു വെള്ളപ്പെട്ടി എന്തായാലും വരില്ല. അന്നേരം എല്ലാ പേപ്പറും ഇതിൽ തൊട്ടിട്ട് ഇതിൻ്റെ മൂടി ഒഴിച്ചെടുക്കാം. അത് ഇതുപോലെ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാം. എൻ്റെ പശി എല്ലാം ഇട്ടാൽ നമുക്ക് പൂവുണ്ടാക്കാം. ആ കോൺ മടക്കി ഇങ്ങനെ കിട്ടിയിരിക്കും. പിന്നെ ഇങ്ങനെ ആക്കിയെടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ മടക്കുക. അതിലിപ്പോൾ ഇങ്ങനെ ഇട്ടു. അതിൽ തന്നെ ഇവിടെ വേസ്റ്റായി വന്ന ഭാഗമെല്ലാം നമുക്ക് ഇങ്ങനെ മുറിച്ചറിയാം. നമ്മൾ നല്ല വൃത്തിക്ക് മുറിച്ചിന് ഒരു വട്ടത്തിൻ്റെ ഷേപ്പിൽ കത്രിക എടുത്തിട്ട് ഇങ്ങനെ നല്ല വൃത്തിക്ക് മുറിച്ച് കൊടുക്കാം. നമ്മൾ അത് വൃത്തിയിൽ മുറിച്ച് കൊടുക്കണം. എന്നാലാണ് ആ വേസ്റ്റെല്ലാം ഞാൻ പെട്ടി തുറന്നിട്ട് ഇടാം. എന്നെങ്കിലും ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കണ്ടു. നല്ല തുറന്നു നോക്കിയാൽ എല്ലാം ഇങ്ങനെ ഒരു കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേർക്ക് മടക്കി വെച്ചിട്ട് ഏത് സൈഡിലേനും നേരത്തെ ഒരു റൗണ്ട് കിട്ടാത്തത് അവിടെ ഒന്നുകൂടി ചെറുങ്ങനെ ഒന്ന് മുറിച്ചിട്ട് ആൾക്ക് ഉണ്ടാക്കുന്ന അറിയാവർ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഉണ്ടാക്കാൻ അറിയാമെന്ന്. ഉണ്ടാക്കാൻ അറിയുന്ന ആർക്കാണ് കമൻറ്റ് ആൾ പൂവ് എന്ന് കമൻറ്റ് ഇടും. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്ക് ഞാൻ ഇത് അയച്ചു തരുന്നതായിരിക്കും. അവരെ നമ്പർ താഴെ ഉണ്ടാവില്ലേ, അതിൽ ഞാൻ വിളിച്ച് ചോദിച്ചു നോക്കും നിങ്ങളുടെ വീട് എവിടെയാണെന്നല്ല. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുത്തരും. അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നേർക്കാക്കിനി പൂവെല്ലാം കിട്ടി. ചെറിയൊരു പൂവിൻ്റെ ഷേപ്പെല്ലാം കിട്ടിയിട്ടൊന്നും അറിയാൻ പറ്റില്ല. നല്ല പൂവിൻ്റെ ഷേപ്പ് ഇത് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതവിടെ മടക്കിയിട്ട് പൊട്ടിന്ന് ഞാൻ ബാക്കി കാണിച്ചു തരാം. നമുക്ക് നേരത്തെ മുറിച്ചിട്ട് ബാക്കി വന്ന പീസില്ല അതെടുക്കാം. കത്തിരി കൊടുക്കുക. വേസ്റ്റെല്ലാം എടുത്തിട്ട് ഈത്തിടച്ചാൽ മതി. നമുക്ക് ഒരു പേപ്പറിൻ്റെ ചെറിയൊരു പൊടിയുണ്ട്, അതൊന്ന് മുറിച്ച് നമുക്ക് ഈ പീസ് നേരത്തെ കോണാക്കിയിട്ട് ഫസ്റ്റ് മടക്കിയില്ല അതുപോലെ മടക്കി ഇങ്ങനെ വെട്ടി. എന്നിട്ട് ആ ബാക്കി വന്ന ഇത് അങ്ങ് മുറിച്ചറിയാം. ഇവിടെ കുറച്ച് വേസ്റ്റ് പീസസ് ഉണ്ടാവും, അതൊന്ന് വേഗം മുറിച്ചിട്ട് നമ്മൾ നേരത്തെ പൂവിൻ്റെ ഷേപ്പ് റൗണ്ടിലാക്കി അതുപോലെ അങ്ങ് മുറിച്ചിട്ട്
നോക്കിയാൽ നല്ല ഷേപ്പ് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടിയ ഷേപ്പ്. നമുക്കിനി ആ ബെൽറ്റ് എടുക്കാം. ഈ പശ എടുക്കണം. ഇതാണ് നമ്മളെ സ്റ്റിക്കാണിത്. അതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അതാ വാങ്ങിക്കൊണ്ടേ അതോ ഇട്ടോളൂ. മറ്റേതെല്ലാം വേഗം കൈമേലെല്ലാം ഇട്ടു. അതുകൊണ്ടാണ് ബാക്കിയൊന്ന് വീസ് ചെയ്ത് വെക്കാം. നമുക്ക് കുറച്ച് അതിൻ്റെ വേറൊരു സാധനം ഉണ്ടാക്കും. അതിൽക്ക് വേണ്ടതാണ്. അടുത്ത വീഡിയോ വേഗം വരുന്നതായിരിക്കും. നമുക്ക് ഇവിടെ ഒരു ചെറുങ്ങനെ ഒരു കട്ട് ചെയ്ത് ഇങ്ങനെ കിട്ടി. പിന്നെ ഇവിടെ ഒരു മുറിച്ച് കിട്ടിയില്ല. അവിടെ ഒരു കോണായിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് മുറിച്ചിട്ട് പശ എടുക്കാം. അധികം നിങ്ങൾ പശയൊന്നും വേണ്ട. അധികം പശയൊന്നും ഇട്ട് നമ്മൾ ഇത്രയും എടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ താഴ്ചോളാം. ഇതേ മൂടണം. നമുക്കത് അതങ്ങ് ഒട്ടിച്ചെടുത്തിട്ട് അവിടെ റൗണ്ട് ഷേപ്പിൽ വരാം. മുറിച്ചോ ഇതൊക്കെ. ഇനിയിപ്പോൾ ഒരു പൂവിൻ്റെ ഷേപ്പ് കിട്ടി. ഇത് നേരം അത് പറന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് പൊട്ടിയിൽ വെക്കാം. എന്നിട്ട് ആ പൊട്ടിയിൽ വെച്ച് അതുപോലെ ബെൽറ്റ് എടുത്തിട്ടത് വലുതും അതുപോലെ മുറിക്കട്ട്. എന്നിട്ട് പശ നമുക്ക് അത് ഒരു മഞ്ചൾ ഇതായി കാണിച്ചില്ല. നേരത്തെ ഒരു പച്ചക്കളർ അടുക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചുതരാം. അങ്ങനെ നമ്മൾ ഒരു റൗണ്ട് സാധനം എടുത്തിട്ട് കാണാൻ പറ്റുമെന്ന് എന്നാണ് ഇത്. ആ ചെറിയ പുളിങ്ങോട്ട് പറ്റും. വാഴ ഇതിൻ്റെ വൈക്കലും കുറച്ച് പശ വെച്ചു. ഇപ്പം ഇത് കിട്ടുകയിങ്ങനെ നല്ല മഞ്ചില്ല. ഈ നമുക്ക് ബെൽറ്റ് എടുക്കാം. പശ കൂട്ടിക്കട്ടെ. ബെൽറ്റ് കിട്ടി. നമുക്ക് പശ ഇത് ഞാൻ അവിടെ ഇങ്ങനെ വെക്കാം. വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ പശ തേക്കാം. എന്നിട്ട് ആ ചെറിയ ഉള്ളിൽ അതിൻ്റെ പുറത്തും പശ. ചൂടിയുടെ വശത്ത് ആ ചെറിയ പശപ്പോ ആ വലിയ പൂവിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ ഇങ്ങനെ നിന്ന്. അങ്ങനെ എന്നിട്ട് നമുക്ക് ഇത് ആ പെട്ടിയിൽ വെക്കട്ടെ. നമ്മൾ നേരത്തെ പച്ച സാധനം എടുത്തില്ല, അതാണിത്. അതിനെ കൊണ്ട് നമുക്കൊരാവശ്യമുണ്ട്.
നമ്മളവിടെ വെച്ചിട്ട് ഇപ്പോൾ ഇതിന് നല്ല തളയിച്ചിട്ടാണ് എൻ്റെ ആ മീനിൻ്റെ വേസ്റ്റ് എടുത്തിട്ട് കൂട്ടുക. ഈ സ്റ്റിക്കില്ലേ അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ അടിയിൽ ചെറിയൊരു ചതവ് വന്നിട്ടുണ്ട്. അങ്ങനെ മുറിച്ച് കൊടുത്താൽ എല്ലാം കഴിയും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ജിമിക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കാണിച്ചാൽ നല്ല ജിമിക്ക് നല്ല നമുക്ക് തന്നെ പകുതിയാക്കാം. ഇന്ന് നല്ല വെയിൽ, ഇപ്പോൾ ഇന്നലെല്ലാം നല്ല മഴയുണ്ട്. നിങ്ങളവിടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മളത് രണ്ടായിട്ട് നല്ല വൃത്തിയിൽ മുറുക്കിയിട്ട് മുറിച്ചെടുക്കാം. അതവിടെ വെച്ചിട്ട് രണ്ട് പീസ്, ഇത് രണ്ടും വേണ്ട, ഒന്നുമില്ല. ഒരു കൊള്ളി വെച്ചിട്ട് മടക്കാണെങ്കിൽ മടക്കാം. എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ മടക്കുകയാണ്. നമുക്ക് കിട്ടിയിനി അതിൻ്റെ നേരത്തെ വെച്ചിട്ടില്ല, അത് നോക്കാം. ഒരു കഷ്ണം മാത്രം നമുക്ക് രണ്ട്, എത്ര ഇല വേണമെങ്കിൽ ഒരു ഇലക്ക് നമുക്ക് രണ്ടെണ്ണം കിട്ടും. ഞാൻ പീസ് എടുത്തിട്ട് നമുക്ക് നല്ല നീളം ഇട്ടുകാൻ വേണ്ടി ഇങ്ങനെയാണ് അത് നമുക്കൊരു ഇല മുറിച്ചെടുക്കാം. ഇങ്ങനെ ഒരു ഇല കിട്ടിനി. അതിൻ്റെ കൂർത്ത ഭാഗമാണ് നമുക്ക് പൊട്ടിക്കാൻ പറ്റാത്തത്. കൂർത്ത ഭാഗം നമുക്ക് ഇങ്ങനെ കിട്ടി. നമുക്ക് ഈ മറ്റേത് കൊണ്ട് ചെയ്തെടുക്കാം. കാരണം നമുക്ക് ഇല വേണ്ട, ഒട്ടുന്നില്ല, അതുകൊണ്ട് നമുക്ക് അത് മാത്രം എടുക്കാം. അന്നേരം നമ്മൾ ഒട്ടിക്കാൻ പോകുന്നതാണ് സ്റ്റിക്ക് ഒട്ടിച്ചിട്ട് ഇങ്ങനെയാണുള്ളത്. അന്നേരം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും എല്ലാം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ടാറ്റാ.